അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയുടെ മഹത്വം അറിയുന്നവരും അത് അനുഭവിച്ചവരൊക്കെ. ഞാൻ ഇടയായിട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു സ്പീച്ച് കേൾക്കുകയുണ്ടായി. പാകിസ്ഥാനിലെ പ്രമുഖ ഡോക്ടറായ ഡോക്ടർ ഇസാൻ അഹമ്മദ് അദ്ദേഹം രാജ്യത്തുള്ള പ്രമുഖ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്രക്കിടെ പാകിസ്ഥാനിലെ ഏതോ ഒരു എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കേണ്ട ഒരവസ്ഥ വന്നു, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്. പിന്നീട് എയർപോർട്ട് അധികൃതരുമായിട്ടുള്ള സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന് ആ ഒരു കോൺഫറൻസിലേക്ക് എത്താൻ വേണ്ടി അവർ ടാക്സി മാർഗം, റോഡ് മാർഗമുള്ള ഒരു യാത്ര തയ്യാറാക്കി കൊടുത്തു. ആ യാത്രയെ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ആ യാത്ര തടസ്സപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. പിന്നീട് അദ്ദേഹം ഫോണുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായത്. അദ്ദേഹം ആ യാത്ര അവിടെ അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലായപ്പോൾ അടുത്തുള്ളൊരു ചെറിയ കുടിലിലേക്ക് ചെന്നിട്ട് കുറച്ച് വെള്ളത്തിനായി അങ്ങോട്ട് ചെന്ന് ഡോക്ടർ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഉമ്മ നിസ്കരിക്കാണ്. ഒരു കുഞ്ഞു കുട്ടി അവിടെ താഴെ കിടക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമ്മാനോട് വെള്ളം ചോദിച്ചു. ഉമ്മ ഡോക്ടർക്ക് വെള്ളം എടുത്തു കൊടുത്തു. അതിനുശേഷം ഉമ്മയോട് ഡോക്ടർ ചോദിച്ചു, എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്, എന്താണ് കുട്ടി ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇത് എൻ്റെ പേരക്കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയെല്ലാം ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഒരു മാറ രോഗമാണ്. ഞാൻ എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഈ കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു. ഒരുപാട് കാലം ഞാൻ ഈ കുട്ടിയുടെ ഇത്രയൊക്കെ ചികിത്സിച്ചിട്ടും കുട്ടിക്ക് യാതൊരു മാറ്റവുമില്ല, പഴയ കണ്ടീഷൻ തന്നെ തുടരുകയാണ്. ഇപ്പം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, തെക്ക് പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ അസുഖം ഭേദമാകുമെന്ന്. പക്ഷേ ആ ഡോക്ടറെ കാണാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാമ്പത്തികം ഇപ്പോൾ അതിന് അനുവദിക്കുമെന്നില്ല. പക്ഷെ ഞാൻ കൈവിട്ടില്ല, പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി, ആ ഡോക്ടറെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാക്ക് ആ ഡോക്ടറുടെ പേര് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഡോക്ടറുടെ പേര് ഇസാൻ അഹമ്മദ് എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടറെ ഇവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഡോക്ടറെ ഇവിടെ എത്തിച്ചേരാനുണ്ടായി കാരണം ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്നാണ്. നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെ ഒഴുകുക, പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.